മലാഖിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നമ്മുടെ ഭാഗ്യദേശമെന്ന് പറയാൻ ഒരു നാട് ഈ ഭൂമിയിലുണ്ടോ? ജീവിക്കുന്ന നാട്ടിൽ നിന്ന് മറ്റ് ദേശങ്ങൾ തേടി യാത്ര ചെയ്യുന്നവർക്ക് പല കാരണങ്ങളാണ് പറയാനുണ്ടാവുക. ചിലർ നാട് കടത്തപ്പെട്ടവരാകും, മറ്റു ചിലർ പിടിക്കപ്പെട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നവർ, തൊഴിൽ തേടി മറ്റു നാടുകളിലേക്ക് പോകുന്നവർ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി കുടിയേറുന്നവർ, അഭയാർത്ഥികളായി പോകുന്നവർ, അങ്ങനെ എത്ര കാരണങ്ങൾ. ദീർഘകാലങ്ങളായി, പ്രത്യേകിച്ച് അനേക തലമുറകളായി പാർക്കുന്ന ദേശം വിട്ടുപോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിന് പ്രധാന കാരണം അതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന മറ്റൊരു ദേശം ഉള്ളതിനാലാകും. കുടിയേറാൻ ഏറെപ്പേരും ഇഷ്ടപ്പെടുന്ന ദേശങ്ങളെ മനോഹര ദേശങ്ങൾ എന്ന് വിളിക്കാം. എന്നാൽ ഇവിടെ മനോഹര ദേശം എന്ന് പറയുന്നത് പലസ്തീൻ നാടിനെ കുറിച്ചാണ്. ചരിത്രത്തിൽ എല്ലാ കാലത്തും പ്രശ്നകലുഷിതമായിരുന്ന, നിരന്തര സംഘട്ടനങ്ങൾ നടക്കുന്ന ഈ ദേശം എങ്ങനെ മനോഹരമാകും? 7-8 ദശാബ്ദങ്ങൾക്ക് മുമ്പ് വരെ നൂറ്റാണ്ടുകൾ മരുഭൂമി സമാനമായി കിടന്നിരുന്ന ഒരു ദേശം എങ്ങനെ ഭാഗ്യദേശമാകും? ഇന്ന് ഈ ദേശത്തിന്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിലൊന്നും ഒക്കെയായി മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും യുദ്ധങ്ങൾക്ക് ശമനം വന്നിട്ടില്ല. എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, ഒരിക്കൽ ഈ ദേശം സമാധാന സമൃദ്ധി ഉൾപ്പെടെ മനോഹരമായി മാറും. അന്ന് അക്ഷരാർത്ഥത്തിൽ അവിടെ പാർക്കുന്നവരെ ലോകം ഭാഗ്യവാന്മാർ എന്ന് വിളിക്കും. എന്നാൽ നാം അതിനേക്കാളെല്ലാം ഉയർന്ന ഭാഗ്യാനുഭവമാണ് പ്രത്യാശിക്കുന്നത്. അത് പുതിയ യെരുശലേം എന്ന സ്വർഗീയ അനുഭവത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി വാഴും എന്നതാണ്. ഇന്ന് അതിനായി ഒരുങ്ങി ജീവിക്കാം. പരമാവധി 100 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഈ ലോകത്തിലെ ഏത് മനോഹര ദേശത്തെക്കാളും സമാനതകളില്ലാത്ത ആ മനോഹര ദേശം ദൈവം നമുക്കായി ഒരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.